Welcome to News Time. Here are the headlines. The State TV Awards has declared that Goodness TV has bagged 3 awards. The first award goes to Kilikud. Kilikud is a highly inspiring program by Goodness TV which has won the Best Children's Program Award. The second award goes to Rajesh for the Best Dubbing Male Artist for the film Muri Padugal, directed by Dijo John. The third award declared goes to the Best Sound Engineer Biju Painadat for the telefilm Didymos. Biju wonderfully shows his talent to capture sound without losing its realistic ambience. We now have some special news all the way from Japan about a 7-year-old little boy named Sanu. Coming. Sanu is a very mischievous little boy and loves cars. Thank you, sir. His parents were so fed up with him that And they sir? decided to teach. അജേഷ്, നമ്മുടെ ടോക്ക് ഷോയുടെ സബ്ജക്റ്റിന് നമുക്കൊരു ഫിക്ഷൻ ആഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് അജേഷ് അത് ചെയ്യണതാണ് നല്ലത്. അപ്പം അതിനെ പറ്റിയൊരു ഫിക്ഷൻ ഉടൻ തന്നെ അജേഷ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എന്റെ സ്ക്രിപ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യും. എന്താ സാർ സബ്ജക്ട്? സബ്ജക്റ്റ് സഹനമാണ്. ഇന്നത്തെ സമൂഹത്തിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നവരുടെ പച്ചയായ ഒരു അവതരണം ഉടനെ തന്നെ പ്ലാൻ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഉടനെ എഴുതിയിട്ട് എന്നെ ഒന്ന് കാണിക്കണം. ഓക്കെ? ശരി സാർ, താങ്ക് യു. മോളെ, എന്തോ? അമ്മയ്ക്കുള്ള മരുന്നിനകത്തുണ്ട്. മോന്റെ കോളേജ് ഫീസ് അടക്കേണ്ട സമയമായോ? ഇല്ല പച്ച, അടുത്ത ആഴ്ച മതി. അപ്പച്ച, കിണറുപണി കഴിഞ്ഞോ അപ്പച്ച? ഇല്ല മോളെ, നാളെയും കൂടി ഉണ്ട്. അപ്പച്ച, ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഭാരം കർത്താവ് കാണുന്നില്ലല്ലോ. നമ്മുടെ മക്കള് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറില്ലല്ലേ? കർത്താവ് നമ്മുടെ പ്രാർത്ഥന കാണാതിരിക്കില്ല.
മനു പിന്നെ തന്റെ കുടുംബത്തിന്റെ ഭാരം പേറുന്നു. തന്റെ കമ്പ്യൂട്ടർ ഡിഗ്രി ഉപേക്ഷിക്കുന്നു. 2 വർഷത്തിന് ശേഷം അവൻ ഒരു ഡയറക്ടറെ പരിചയപ്പെടുന്നു. അവൻ ഒഴിവു സമയങ്ങളിൽ അയാളെ സഹായിക്കാൻ പോകുന്നു. അങ്ങനെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി അവൻ പൊരുത്തപ്പെടുകയാണ്. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നവർക്കാണ് കൂടുതൽ സഹനങ്ങൾ കൊടുക്കുന്നത്. അല്പം ക്രൂരതയാണത്. ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് സത്യമറിയാനെന്ന സംവാദ പരമ്പരയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സംവാദത്തിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപത KCVന്റെ ഭാഗമായ എടൂർ മേഖലയിൽ നിന്നുള്ള പ്രിയപ്പെട്ട യുവജനങ്ങളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് സുപ്രസിദ്ധ ബൈബിൾ പണ്ഡിതനും തലശ്ശേരി അതിരൂപത അംഗവുമായ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനുമാണ്. അച്ഛനെയും പ്രിയ യുവജനങ്ങളെയും ഈ സംവാദത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ നാം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് സഹനവും ദൈവപരിപാലനയുമായി ഒക്കെ ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം പലപ്പോഴും പല സഹനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇവയെല്ലാം ദൈവം നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ ചർച്ചകൾ നമുക്കിവിടെ ആരംഭിക്കാം. അച്ഛാ, ഇന്ന് മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ഒരുപാട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിന് വലിയൊരു ഉദാഹരണമാണ് മതതീവ്രവാദം. ഇതിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കൊല ചെയ്യുന്നവരും കൊലപാതകത്തിന് ഇരയാവുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അച്ഛാ, ദൈവം എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം അനുവദിക്കുന്നത്? പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങൾ മതതീവ്രവാദം എല്ലാ മതങ്ങളിലും ഏറിയും കുറഞ്ഞുമൊക്കെ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. നാം ഒരു മതത്തെ തന്നെ പ്രത്യേകിച്ച് കുറ്റക്കാരായി കരുതേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളിലും ഏറിയും കുറഞ്ഞും മതതീവ്രവാദത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്, ഇല്ലേ? വാസ്തവത്തിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം ദൈവപിതാവിന്റെ അളവില്ലാത്ത കരുണയെക്കുറിച്ച്. അതായത് ദൈവത്തിന്റെ ദുഃഖം എന്താണ്? ഈ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും ഒരുപോലെ തന്റെ മക്കളാണ്. ഒരുവൻ മൂത്ത മകൻ ഇളയവനെ കൊല്ലുന്നു. ആ അപ്പൻ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരപ്പന് 2 പിള്ളേരുണ്ട്. മൂത്തവൻ കലാപം ഉണ്ടാക്കി ഇളയവനെ വെട്ടിക്കൊന്നേച്ച് അപ്പന്റെ അടുത്ത് വന്നേക്കും. അപ്പൻ എന്ത് ചെയ്യണം? ആ കത്തി മേടിച്ച് മൂത്തവന്റെയും കഴുത്ത് വെട്ടിക്കൊന്നാൽ പ്രശ്നം തീരുവോ? തീരുകയില്ല. നമ്മൾ ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സമാനമായൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഈ നിഷ്കളങ്കരെ നിരപരാധികളെ കൊല്ലുന്ന ഈ തീവ്രവാദികളെ ദൈവം ഇല്ലായ്മ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇളയവനെ കൊന്ന മൂത്തവനെ അപ്പൻ എന്തുകൊണ്ട് കൊല്ലുന്നില്ല എന്ന് ചോദിക്കുന്നതിന് സമാനമായ ചോദ്യമാണ്. അതായത് ദൈവപിതാവിന് ഇവര് 2 പേരും മക്കളാണ്. ആ മൂത്തവന്റെ ദുഷ്ചെയ്തിയിൽ പിതാവായ ദൈവത്തിന് ഏറെ ഹൃദയവേദനയുണ്ട്. ദൈവം കാത്തിരിക്കുകയാണ്, അവസരം കൊടുക്കുകയാണ്. അവനെ നശിപ്പിക്കാതെ അവൻ തന്റെ ദുഷ്ചെയ്തികളെ ഓർത്ത് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷയുടെ വഴിയിലേക്ക് വരാൻ ദൈവം അവന് അവസരം കൊടുക്കുക. ഒരു തീവ്രവാദിയും ചിന്തിക്കരുത് അവന്റെ പ്രവർത്തനങ്ങളെ, ഈ ദുഷ്ചെയ്തികള് ദൈവനാമത്തിൽ കാലാകാലം തുടരാമെന്ന്. തൽക്കാലത്തേക്ക് ദൈവം അവനെ ശിക്ഷിക്കാത്തതിന്റെ കാരണം എന്താണ്? അവന് മാനസാന്തരപ്പെടാനും സത്യമറിയാനും തിരുത്താനും രക്ഷയുടെ വഴിയിലേക്ക് കടന്നു വരാനും ദൈവം അവസരം കൊടുക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ആ അവസരം അവൻ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ തീർച്ചയായും ഈ തീവ്രവാദികളെ കാത്തിരിക്കുന്നത് കഠോരമായ ദുരന്തങ്ങൾ തന്നെയായിരിക്കും, ഒരു സംശയവുമില്ല. പക്ഷേ ദൈവം എന്തുകൊണ്ട് ഈ കൊല്ലാൻ ശ്രമിക്കുന്നവനെ അന്നേരം തന്നെ കൊല്ലുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ദൈവത്തിന്റെ വലിയ കരുണയുടെ വെളിച്ചത്തിൽ വേണം നാം അതിനെ മനസ്സിലാക്കാൻ. കൊല്ലപ്പെടുന്ന വ്യക്തികളോട് നമുക്ക് വലിയ
സഹതാപവും വേദനയും ഉണ്ട് എന്നുള്ളത് സത്യം, അത് വേണം താനും. പക്ഷെ അപ്പോഴും നാം ഓർക്കണം, ഈ കൊല്ലപ്പെടുന്ന വ്യക്തികളോടും ദൈവം ഒരന്യായവും ചെയ്യുന്നില്ല. കൊല്ലപ്പെടുന്ന വ്യക്തികൾ എവിടെയെത്തുന്നു? വിശ്വാസത്തെ പ്രതി ഇപ്രകാരം രക്തസാക്ഷിത്വം വരിക്കുന്നവര് ദൈവത്തോടൊത്ത് സ്വർഗീയ മഹത്വത്തിൽ സൗഭാഗ്യത്തിൽ എത്തിച്ചേരും. 1-ാം നൂറ്റാണ്ടിൽ ഇതുപോലെ കൊല്ലപ്പെട്ട, ദാരുണമായി പീഡിപ്പിക്കപ്പെട്ടവരുടെ തിരുസ്വരൂപങ്ങളാണ് ഇന്ന് വിശ്വാസികൾ ആദരവോടെ വണങ്ങുന്ന വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ ഗീവർഗീസും. അങ്ങനെയുള്ള പുണ്യാത്മാക്കളെയൊക്കെ നമ്മൾ ഇന്നും ആദരവോടെ വണങ്ങുന്നുണ്ട്, ഇല്ലേ? ഞാൻ വിചാരിക്കുന്നുണ്ട്, ഒരു 100-300 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ദേവാലയങ്ങളില് വണങ്ങപ്പെടുന്ന വിശുദ്ധര് ഇപ്രകാരം വിശ്വാസത്തിന് വേണ്ടി മധ്യേഷ്യയിൽ ജീവത്യാഗം ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെ വ്യക്തികൾ തന്നെയായിരിക്കും. അവരുടെയൊന്നും സഹനം അർത്ഥമില്ലാതായി പോകുന്നില്ല. ആ സഹനത്തെയൊക്കെ ദൈവം എടുത്തുയർത്തി കാലദേശങ്ങൾക്ക് അതീതമായി. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ, സെബസ്ത്യാനോസ് എന്ന ഒരു പട്ടാളക്കാരൻ വിശ്വാസത്തിന് വേണ്ടി റോമൻ തെരുവിൽ എവിടെയോ കൊല്ലപ്പെട്ടത് ഈ നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത്, സഹസ്രാബ്ദങ്ങൾക്കിപ്പുറത്തും ആ സെബസ്ത്യാനോസുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ കേരളക്കരയിൽ സെബസ്ത്യാനോസ് ഓർക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? വിശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു ത്യാഗവും പാഴായി പോകുന്നില്ല. അവരുടെ ഓർമ്മ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല. അവരുടെ ജീവിതം അർത്ഥശൂന്യമല്ല എന്ന് ദൈവം ഈ 2000 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ല. അതുപോലെ വിശ്വാസത്തിന് വേണ്ടി ആരെല്ലാം എവിടെയെല്ലാം ഇപ്രകാരം ത്യാഗം ചെയ്യുന്നുവോ അവരുടെ എല്ലാം ഓർമ്മകൾ ദൈവം അനശ്വരമാക്കുന്നു. കാരണം അവർ ജീവിതം കൊണ്ട് നിത്യതയെ എത്തിപ്പിടിക്കാനുള്ള കൃപ നേടിയവരാണ് എന്ന് തിരിച്ചറിയുക. അടുത്ത ചോദ്യം ചോദിക്കുന്നത് സെബിനാണ്. സെബിൻ എന്താ ചോദിക്കാനുള്ളത്? അച്ഛാ, നമ്മൾ നമ്മുടെ സാഹിത്യകൃതികളിലൊക്കെ എടുക്കുകയാണെങ്കിൽ നിരവധി എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്, ദൈവങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാവുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാവുമ്പോൾ, നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെല്ലാം നേരെ കണ്ണുതിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ദൈവം. എന്താണ് ഇതിനെക്കുറിച്ച് അച്ഛന്റെ അഭിപ്രായം? അതായത് കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് വിളിച്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നിരീശ്വര കവി എല്ലാ ദൈവസങ്കല്പങ്ങളെയും പരിഹസിക്കുന്നു. ദൈവമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രതിഷ്ഠയോ രൂപമോ കല്ലോ മണ്ണോ തടിയോ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപമാണ് എന്ന ഒരു ധാരണയിൽ നിന്നാണ് കവി അപ്രകാരം ചിന്തിച്ചു തുടങ്ങി. പക്ഷേ അറിയുക, ദൈവം അങ്ങനെയാണ്. കാൽവരിയിലെ കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന ദൈവത്തെ നോക്കി ഏത് കവിക്കാ അത് പറയാൻ പറ്റുക? കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമയാണോ അവൻ? ലമാ സബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച് നിലവിളിച്ച് തന്റെ പ്രാണനെ പരമപിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം, ഈ വയലാറിന്റെ നിരീശ്വര ദൈവസങ്കല്പങ്ങൾ അർത്ഥശൂന്യമാവും, അല്ലേ? അതായത് അദ്ദേഹം പറയുന്നത് പോലെയാണ് ദൈവമെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെ മനുഷ്യന് ആവശ്യമില്ല. ഞാനും സമ്മതിക്കുന്നു. ദൈവം എന്ന് പറയുന്ന ഒരു ബിംബമാണ്, ഒരു രൂപമാണ്, ഒരു പ്രതിമയാണ്. അതിന്റെ മുമ്പിൽ ആരെല്ലാം കരഞ്ഞോ അത് മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ആ രൂപത്തിന്റെ മുമ്പിൽ ആരെല്ലാം ചെന്ന് സന്തോഷിച്ചോ അതും അതിനെ സന്തോഷിപ്പിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു നിർഗുണാവസ്ഥയിലുള്ള ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഈ കാര്യങ്ങൾ സത്യമായിരിക്കും. പക്ഷേ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവം കരയാനും ചിരിക്കാനും അറിയാവുന്ന ദൈവം, സഹനത്തിന്റെ സമ്പൂർണതയെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ദൈവമാണ് അവിടുന്ന്. അതുകൊണ്ട് തന്നെ ആ ദൈവസങ്കല്പത്തിൽ, യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവസങ്കല്പത്തെ ഈ വയലാറിന്റെ നിരീശ്വര ദൈവസങ്കല്പത്തിൽ നമുക്ക് ഒരിക്കലും ഉൾപ്പെടുത്താനാവില്ല എന്നതാണ് സത്യം. അത് ഇവിടെ കുരിശേൽ മാത്രമല്ല,
ദൈവം ആദ്യമായി തന്റെ പേര് വെളിപ്പെടുത്തുന്ന രംഗം പുറപ്പാട് പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം സ്വയം പ്രത്യക്ഷപ്പെടുകയാണ് മോശയ്ക്ക്. മോശയോടാണ് ദൈവം ആദ്യമായി പേര് വെളിപ്പെടുത്തി. എന്താ ദൈവം വെളിപ്പെടുത്തിയ പേര്? ഞാനായിരിക്കുന്നവനാകുന്നു യാഹ്വേ എന്ന് വെളിപ്പെടുത്തി. ഇല്ലേ, നമ്മൾ വായിച്ചിട്ടുള്ളത്. പക്ഷേ ദൈവം ആദ്യമായി അങ്ങനെ ഒരു വെളിപാട് നടത്തുമ്പോൾ ദൈവം അതിന്റെ കൂടെ പറഞ്ഞ വാചകങ്ങളോട് നമ്മൾ ഓർക്കും. ഈജിപ്തിലെ എന്റെ ജനത്തിന്റെ സങ്കടം ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഇവർക്കെതിരായി നടത്തുന്ന അന്യായങ്ങളും അതിക്രമങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന ദൈവം പറയുക. അതായത് ദൈവം മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ ഇടപെടുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ വേദനയിൽ, സങ്കടങ്ങളിൽ ഇടപെടുന്നവനാണ് ദൈവം എന്ന സത്യമാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് കേവലം ഒരു നിരീശ്വര കവിയുടെ ദൈവവിശ്വാസ സങ്കല്പത്തെ മാത്രം എടുത്തുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാടിന്റെ ദൈവത്തിന്റെ സമഗ്രത ഉൾക്കൊള്ളാൻ പറ്റും എന്ന് നമുക്ക് വിചാരിക്കാനാവില്ല. തീർച്ചയായും അപ്രകാരം ചിന്തിക്കുന്നവരുണ്ട്. അത്തരം ചിന്തകൾക്കുള്ള ദൈവത്തിന്റെ തന്നെ തിരുത്തലാണ് യേശുവിന്റെ കുരിശും ക്രൂശിതനായ ക്രിസ്തുവും എന്ന് നമുക്ക് തിരിച്ചറിയാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് മെർലിനാണ്. മെർലിൻ, ചോദിച്ചോളൂ. അച്ഛാ, ഇവര് ഒത്തിരിയേറെ അപകടങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഈ അപകടങ്ങളൊക്കെ ഒരു കുടുംബത്തെ തന്നെ ശിഥിലമാക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഒരു കുടുംബത്തിൽ ഇപ്പം പേരൻസ് മരിക്കുന്നു, സഹോദരങ്ങൾ മരിക്കുന്നു, പിഞ്ചു ബാല്യത്തിൽ തന്നെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ അച്ഛൻ ദൈവപരിപാലനയെ കുറിച്ചൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുക? അവർക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക? ദൈവപരിപാലനയെ ഉൾക്കൊള്ളുന്നതിന് ഏറ്റവും തടസ്സമാകുന്ന ചില പ്രായോഗിക അവസ്ഥകളിലേക്കാണ് ഈ ചോദ്യം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അതായത് കുഞ്ഞുനാളിലെ മാതാപിതാക്കൾ മരിച്ചുപോയി. ആ കൊച്ചുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരെയൊക്കെ ആരെങ്ങനെ വളർത്തും? ദൈവത്തിന് അവരുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ലേ? രണ്ട് വ്യക്തികളുടെ ഉദാഹരണം ഞാൻ പറയും. ഒന്ന് ജോൺ ബോൾ മാർപ്പാപ്പയാണ്. കൊച്ചുനാളിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിനെയാണ് അമ്മയായിട്ട് ജോൺ ബോൾ മാർപ്പാപ്പ കരുതിയിരുന്നത്. അതായത് ഒരിക്കൽ പോളണ്ടില് രാഷ്ട്രീയ അധിനിവേശങ്ങളുടെ കാലഘട്ടത്തില് വിശ്വാസികൾക്ക് ജീവിക്കാൻ അവകാശമില്ല. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് അവനെ കൊന്നുകളയും. രഹസ്യമായി ഇപ്രകാരം വിശ്വാസ ജീവിതം അനുഷ്ഠിച്ച് അദ്ദേഹം ഒരു പാറമടയിൽ പണിയെടുക്കുന്ന 18 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ രാത്രിയിൽ വിശ്വാസം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തിരിച്ചു വരുന്ന വഴി വണ്ടി ഇടിച്ചു. ട്രക്കിടിച്ച് കാനേ വീണു. എല്ല് പൊട്ടി എഴുന്നേക്കാൻ മേലാതെ കാനയെ കിടന്നപ്പോൾ ഇടവക പള്ളിയിലെ ദേവാലയത്തിന്റെ ഭിത്തിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ രൂപം മാത്രം കാണാൻ ആ കുഴി കിടന്നു. മുഖവാരത്തിലെ ആ രൂപം കണ്ട് അന്നത്തെ ബാലനായ ലോലക് എന്ന് പറയുന്ന ആ കുഞ്ഞ് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ പൂർണ്ണമായും നിന്റേതാണ്, എനിക്ക് വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. അങ്ങനെ മാതാവ് വളർത്തിയ ആ കൊച്ച് വളർന്ന് എവിടം വരെ എത്തിയെന്ന് നിങ്ങൾക്കറിയാം. സഭയുടെ വലിയ മുക്കുവനായി, പരിശുദ്ധ പിതാവായി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കാലഘട്ടത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ യുഗപ്രതിഭയായി അദ്ദേഹം മാറി. അതായത് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ജീവിതം അങ്ങ് കൈവിട്ടു പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാതാപിതാക്കൾ മരിച്ചുപോയ എല്ലാ പിള്ളേരും മാർപ്പാപ്പയാകുമെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അങ്ങനെ അത്രമേൽ ലളിതമാണ് ആ വിഷയമെന്നും ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരു കൊച്ചു കേരളത്തിലുണ്ടായിരുന്നു. അതാണ് കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധ അൽഫോൻസാമ. അന്നക്കുട്ടി എന്ന പേരിലുള്ള ഈ കൊച്ചിന് അപ്പനും അമ്മയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയ കഥ നമുക്കറിയാവുന്നു. വളർത്തുന്നത് ആരാണ്? പേരമ്മയാണ് കൊണ്ടുപോയി വളർത്തുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക,
ഈ കേരളക്കരയില് 2000 കൊല്ലമായിട്ട് എത്രയോ വിശ്വാസികൾ, പ്രതിഭാശാലികൾ, സമർത്ഥർ, വലിയ അച്ഛന്മാര്, മെത്രാന്മാര്, വലിയ പ്രൊവിൻഷ്യാളമ്മമാര് എല്ലാം ഉണ്ടായിട്ടും ആരാണ് ആദ്യം വിശുദ്ധ പദവിയിലെത്തിയത്? ഈ കൊച്ചാണ്, ഈ അൽഫോൻസാമ്മ. ദൈവം വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ കൃപയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ചെറുപ്പം മുതലേ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി, അവരുടെ ഒന്നും ജീവിതം അങ്ങ് പാഴായി പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. നമ്മൾ അറിയുന്നു. പലപ്പോഴും ഞാനൊരു ഇടവക വികാരിയായതുകൊണ്ട് എനിക്കറിയാം, ഈ ഇടവകയില് ചില മരണങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ അമ്പരക്കാറുണ്ട്. ദൈവമേ, ഇനി ആ കുടുംബം എങ്ങനെ ജീവിക്കും? പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ആകെ ആശ്രയമായിരുന്ന കുടുംബനാഥനാണ് ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഒന്നും ജീവിതത്തെക്കുറിച്ച് യാതൊന്നും അറിയാൻ മേലാത്ത 10, 25, 30 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, അതാണ് അവന്റെ ഭാര്യ. അവർക്ക് എട്ടും പൊട്ടും തിരിയാത്ത 2 കുഞ്ഞുങ്ങൾ. ദൈവമേ, ഇനി ആര് നോക്കും ഈ കുടുംബം? അതൊക്കെ അനാഥമായി വഴിതെറ്റി പോവുമോ? നമ്മളിങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ സാവകാശം അത്ഭുതത്തോടെ തിരിച്ചറിയുന്നു, ആ കുഞ്ഞുങ്ങളൊക്കെ വലിയ നിലയിലേക്ക് വളരുന്നു. ഒന്നും അറിയാൻ മേല എന്ന് വിചാരിച്ചിരുന്ന ആ പെങ്കൊച്ചൊക്കെ വലിയ കരുത്തൊറ്റ സ്ത്രീത്വത്തിന്റെ ഉടമകളായി മാറും. എവിടുന്ന് കിട്ടി അവൾക്ക് ഇത്രയും വലിയ ശക്തിയും കരുത്തും? ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ആ മക്കളെ ചേർത്ത് പിടിച്ച് അവള് ജീവിതത്തെ കരുത്തോടെ നേരിടുന്നത് കാണുമ്പോൾ ഒരജപാലകൻ എന്ന നിലയിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ദൈവമേ, അവിടുന്ന് മനുഷ്യനെ കൈവിടുന്നില്ല. ഒരു നഷ്ടവും വേദനയും കൊടുക്കുമ്പോൾ അവിടുത്തെ കരുത്തുറ്റ കരത്തിന്റെ സംരക്ഷണ വലയം അവിടുന്ന് ആ കുടുംബത്തിന് നൽകുന്നു. അതുകൊണ്ട് ദൈവപരിപാലന ഒരു മരണത്തിലൂടെ അങ്ങ് ഇല്ലാതായി തീരുന്നതല്ല. ചിലപ്പോൾ നാം ആശ്രയം വയ്ക്കുന്ന വ്യക്തികൾ നഷ്ടപ്പെടുമ്പോഴാണ് ദൈവപരിപാലനയുടെ ആഴവും അർത്ഥവും കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നതുകൂടി സത്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ സഹനങ്ങളെ ഞാൻ നിസാരവൽക്കരിച്ച് പറയുകയല്ല. തീർച്ചയായും അത് നമുക്ക് ഊഹിക്കാവുന്നതിലും വലിയ സങ്കടവും ദുഃഖവുമാണ്. പക്ഷെ ജീവിതത്തിന്റെ ഒരു സ്റ്റേജ് അങ്ങ് കഴിയുമ്പോൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവർ തിരിച്ചറിയുകയാണ്, അപ്പൻ ചെറുപ്പത്തിലെ മരിച്ചതുകൊണ്ട് ജീവിതം കൈവിട്ടു പോകാൻ ദൈവം അനുവദിച്ചില്ല. നിരവധി വ്യക്തികളിലൂടെയാകാം, അനേകം അനുഭവങ്ങളിലൂടെയാകാം ദൈവം അവരെ കരുത്തോടെ ശക്തിയോടെ പരിപാലിച്ചിരുന്നു എന്ന് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ലിബിനാണ്. അച്ഛാ, ചെറിയ ക്ലാസ്സുകളിൽ പോയി ഞങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കുള്ള വിളി എന്ന് പറഞ്ഞ വിശുദ്ധിയിലേക്കുള്ളതാണെന്ന്. അപ്പോൾ ഈ വിശുദ്ധാത്മാക്കളെ പറ്റി അച്ഛൻ ഇപ്പൊ പറഞ്ഞ അൽഫോൻസാമയെ പറ്റി, അവരുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒരു സന്തോഷത്തിന്റെ സാഹചര്യങ്ങൾ നമ്മൾ ഒരിക്കലും കാണുന്ന പോലുമില്ല. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഒരു വിശുദ്ധിയിലേക്കുള്ള ഒരു വിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടിന്റെയും അല്ലെ ദുരന്തത്തിന്റെ അങ്ങനത്തെ ആ അനുഭവങ്ങളിലൂടെ മാത്രമേ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ? ലിബിൻ ചോദിച്ച ചോദ്യം വളരെ നല്ലതാണ്. അതായത് ഈ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും ഉണക്ക ജീവിതമാണ്, അല്ലേ? അതായത് ഈ കഷ്ടപ്പാട് കണ്ണുനീരും ഉള്ളൂ, ഇതിനകത്തൊരു സമാധാനവും സന്തോഷവും ഒന്നും ഇല്ലേ? ന്യായമായ ഒരു ചോദ്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വിശുദ്ധരോളം സന്തോഷിച്ചവരും മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം. അൽഫോൻസാമ്മ സഹിച്ചത് പ്രാഗി നേർന്നും അയ്യോ വാവേ ഈ ഒടുക്കത്തെ കുരിശെനിക്ക് താങ്ങാൻ മേലെ എന്ന് പറഞ്ഞുകൊണ്ടല്ല, ദൈവമേ എനിക്ക് കൂടുതൽ സഹനങ്ങൾ തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ചോദിച്ചു മേടിക്കുകയാണ്. അവര് ഈ സഹനങ്ങളുടെ മുമ്പിൽ അതിന് ഇരയായി തീർന്ന ഏതോ എലിക്കണിയിൽ വീണുപോയ ഒരു എലിക്കുഞ്ഞിന്റെ അവസ്ഥയിലല്ല വിശുദ്ധരാരും, മറിച്ച് അവരുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ അർത്ഥം അവർക്കറിയാമായിരുന്നു. പലപ്പോഴും സഹനം നിരാശപ്പെടുത്തുന്ന അനുഭവമായത് എന്തുകൊണ്ടാ? എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ സഹിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് അത് നിരാശപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരമ്മ കുഞ്ഞിനെ അഗാധമായി സ്നേഹിക്കുന്ന അമ്മ, എല്ലാ അമ്മമാർക്കും കൊച്ചുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന്
നമുക്കറിയാം അല്ലേ? കൊച്ചു രാത്രിയിൽ അതിനെ ഉറുമ്പ് കടിച്ചിട്ടായിരിക്കാം, അല്ലെ എന്റെ ചെവിക്കകത്തൊരു പ്രാണി കയറിയിട്ടാകാം, അത് കിടന്ന് കാറി നിലവിളിച്ചു. ഈ അമ്മ എന്നാ പറയുക? ശല്യം, മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ ഈ ഭൂതം കാറാൻ കണ്ട ഒരു നേരം എന്ന് പറഞ്ഞ് കൊച്ചിനെ ചീത്ത വിളിക്കുന്നുണ്ടോ? ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, അതിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു, അതിന് പ്രശ്നമുണ്ടായ മേഖല പരിഹരിക്കാൻ നോക്കുന്നു. അമ്മയ്ക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ തന്നെ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുന്നു. ഏതെങ്കിലും അമ്മ പറയാറുണ്ടോ, ഈ കൊച്ചു കാരണം എന്റെ ജീവിതത്തിൽ അസ്വസ്ഥതയാണ്, ശല്യമാണ്? ആ കുഞ്ഞിന്റെ പ്രശ്നം തീർത്ത് തിരിച്ചു കൊണ്ടുവന്ന് ആ കൊച്ചു സമാധാനമായി കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ ആ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, ഒരു നിർവൃതി അനുഭവപ്പെടാറുണ്ട് അല്ലേ? നമ്മളാരും അമ്മമാരാകാത്തവരായതുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു സത്യമാണ്. ലിബിൻ ചോദിച്ച ചോദ്യം, ഇതിലൂടെ അല്ലാതെ ഒരു രക്ഷാമാർഗം അല്ലെങ്കിൽ വിശുദ്ധ പദവി പ്രാപിക്കാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഫുൾ ടൈം കോമഡി കണ്ട് ചിരിച്ചാൽ ആർക്കും വിശുദ്ധനാകാൻ പറ്റും എന്ന് ബൈബിൾ പറയുന്നില്ല. കാരണം ഈശോ പറഞ്ഞെന്താ? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബാക്കി എന്താ? തന്റെ കുരിശുമെടുത്ത്, സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണമെന്ന് അല്ലേ? അപ്പോൾ ഈ കുരിശെടുക്കല് ശിഷ്യത്വത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് വേറെ ഇതേ ചോദ്യം വേറൊരു രീതിയിൽ ചോദിക്കാം. ഈ കുരിശെ കയറാതെ മിശിഹാ തമ്പുരാന് ഈ ലോകത്തിന്റെ രക്ഷ സാധിക്കാമായിരുന്നോ? ഒരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിച്ചിരിക്കുന്നു എന്ന ഒറ്റ വാക്കുകൊണ്ട് ദൈവത്തിന് ലോകത്തെ രക്ഷിക്കാൻ മേലാഞ്ഞോ? ദൈവം എന്തിനാ കുരിശേ കയറിയത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സാവകാശം വെളിപ്പെട്ട് കിട്ടുന്ന ഒരു സത്യമുണ്ട്. ഈ സഹനത്തിന് രക്ഷയുമായി വലിയ അഭേദ്യതയുണ്ട് ഇല്ലേ? സഹനവും രക്ഷയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലുമൊക്കെ കുടുംബം സാമ്പത്തികമായോ സാമൂഹികമായോ ഒക്കെ ഐശ്വര്യത്തിലും വളർച്ചയിലും എത്തിയിട്ടുണ്ട് എങ്കിൽ ആ കുടുംബത്തിലെ കാർന്നോന്മാര് ശരിക്കും കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് അധ്വാനിച്ചതുകൊണ്ട്. ഈ ആരെങ്കിലുമൊക്കെ സഹിക്കുമ്പോഴാണ് ഈ ലോകത്തിന് ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് എന്നുള്ളത് ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു കാഴ്ചയല്ലേ, അല്ലെ കാഴ്ചപ്പാടല്ലേ എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിശുദ്ധർ സഹനങ്ങളിലൂടെ വിശുദ്ധ പദവി പ്രാപിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമായി വിലയിരുത്തപ്പെടേണ്ടതല്ല. ഈ സഹനങ്ങളുടെ രക്ഷാകരമായ അർത്ഥവും മൂല്യവും ശരിക്കും തിരിച്ചറിയേണ്ടത് തന്നെ. സഹനവും ദൈവപരിപാലനയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പ്രസക്തമായ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.